ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. സ്നാനത്തെ സംബന്ധിക്കുന്നതായ പാഠങ്ങൾ നമ്മൾ ചിന്തിച്ച് വരികയാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ സ്നാനത്തിൻ്റെ കൽപ്പനയുടെ മഹത്വം നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. 6 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാനിടയായിട്ട് തീർന്നിരുന്നു. 6ാമത്തെ കാര്യം പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. സ്നാനത്തിൻ്റെ കൽപ്പന അനുസരണം അടിയന്തിരമായും ആവശ്യപ്പെടുന്ന കൽപ്പനയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ആ കാര്യം ചിന്തിച്ചത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ അവിടെ കർത്താവ് കൽപ്പന നൽകുമ്പോൾ രക്ഷിക്കപ്പെടുന്നതിനോട് ചേർന്ന് നടക്കേണ്ടിയ അനുസരിക്കേണ്ടിയായ കൽപ്പനയാണിത് എന്നുള്ളതായ അടിയന്തര സ്വഭാവം നമുക്കവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കൽപ്പന വൈകാതെ അനുസരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഒരു കാര്യം ഒന്ന് ചേർത്ത് പറയേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് രാത്രി അത് ആവർത്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മൾ സ്നാനത്തെക്കുറിച്ചുള്ളതായ കൽപ്പന അത് പഠിക്കുമ്പോൾ സാധാരണ ഓർക്കുന്നൊരു കാര്യമാണ്, ഈ കൽപ്പനയുടെ അനുസരണം ഒരു ആദ്യ അനുസരണം പോലെയാണ് ഇരിക്കുന്നത്. കാരണം രക്ഷിക്കപ്പെട്ട ഒരാൾ ഉടനെ അനുസരിക്കേണ്ട കൽപ്പനയായിട്ട് നാം ഇത് കാണുകയാണ്. പക്ഷെ നമ്മൾ കൂടെ ഓർക്കാറുള്ളതുപോലെ നമ്മുടെ കർത്താവ് മഹാനിയോഗത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തുടർന്ന് അനുസരണത്തിലുള്ള തുടർമാനമായ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള വലിയ സത്യം നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. ആ വാചകം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ചേർത്ത് പറയട്ടെ, ഈ കൽപ്പന മാത്രമല്ല, കർത്താവ് തന്നിട്ടുള്ള എല്ലാ കൽപ്പനകളോടും അടിയന്തിരമായ അനുസരണ ഭാവമാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. കർത്താവ് ബോധ്യപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളോട് അടിയന്തിരമായി അനുസരിച്ചിട്ടുള്ള അനേക ഭക്തന്മാരെ നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അതിൽ അപ്പോസ്തലനായ പൗലോസും അദ്ദേഹത്തിൻ്റെ ഒരു പ്രാഗൽഭ്യവും നാം കൂടെ ഓർക്കാറുണ്ട്. എങ്കിലും ആ വാക്യം ഇന്നൊന്ന് വായിച്ചിട്ട് ഞാനിന്ന് അടുത്ത പാഠത്തിലേക്ക് കടക്കാം എന്ന് കരുതുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ നമുക്ക് ആ ബന്ധത്തിൽ വായിക്കാം. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരൂശലേമിലും യഹൂദദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പൗലോസിൻ്റെ സ്നാനത്തെക്കുറിച്ച് ഒത്തിരി വിശദമായിട്ടല്ലെങ്കിലും ഓർത്തായിരുന്നു. വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുമില്ല, വളരെ ചെറിയൊരു വാചകത്തിലാണത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞായിരുന്നു, പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഒരല്പം താമസിച്ചു എന്ന് നമുക്ക് തോന്നുന്നതായ സ്നാന ശുശ്രൂഷ പൗലോസിൻ്റേതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കർത്താവിനെ കൈക്കൊണ്ട് പിന്നെ സ്നാനപ്പെടുന്നതുവരെ പ്രാർത്ഥനയിലും അങ്ങനെ ദൈവികമായ സംസർഗത്തിലും സമയം ചിലവിടുകയായിരുന്നു എന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട്
സാധിക്കുകയാണ്. അപ്പോൾ ഈ വേദഭാഗം വാക്യം നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായ ഒരു സത്യം, ഈ കൽപ്പന പൗലോസ് അനുസരിച്ചതിനെ തുടർന്ന് ഇവിടെ പറയുന്നതായ പ്രാഗൽഭ്യം പൗലോസിൻ്റെ ഒരു ജീവിത ദർശനമായിരുന്നു. അത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അന്ന് സ്നാനത്തിൻ്റെ കൽപ്പനയോട് അങ്ങനെ അനുസരണം കാണിച്ചെങ്കിൽ പിന്നെ പൗലോസിനോട് കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വളരെ കൃത്യമായിട്ട് അനുസരിച്ചിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. ഇന്ന് നമ്മൾ വചനത്തിൽ നിന്ന് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നവരെയല്ല, പിന്നെയോ ആ ദൈവദാസന് ധാരാളം വെളിപ്പാടുകൾ അതാത് സമയത്ത് നൽകുകയായിരുന്നു. അതുകൊണ്ട് താൻ വളരെ പ്രാഗൽഭ്യത്തോടു കൂടി പറയുകയാണ്, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ. ഞാൻ അതിൻ്റെ അടുത്ത വാക്യം ഇന്ന് വേറിട്ട് ഓർക്കാനിടയായിട്ട് തീർന്നു. അതുകൊണ്ട് ഞാനിതൊന്ന് എടുത്ത് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പൗലോസ് അവിടെ അനുസരണം കാണിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല, അതൊന്ന് പറയുക മാത്രം ചെയ്യാം. ഒന്ന്, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിച്ചതിലെ ആ അനുഗ്രഹം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. ഒന്നുകൂടെ പറയട്ടെ, കർത്താവ് പൗലോസിനെ ഏൽപ്പിച്ചതായ ശുശ്രൂഷ ആ നിവർത്തിച്ചതിൻ്റെ വിധം പൗലോസ് ഈ വാക്യത്തിൽ എടുത്തു പറയുകയാണ്. ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യദേശത്തും. അപ്പോൾ പൗലോസിനെ കർത്താവ് എവിടെ അയച്ചുവോ അവിടെ തന്നെ ഏൽപ്പിച്ചതായ കാര്യം എത്രയോ കൃത്യമായി നിർവഹിച്ചു എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. പൗലോസ് സുവിശേഷ ഘോഷണത്തിൽ ഒരു മാതൃകാ പുരുഷനാണ്. പക്ഷേ നമുക്കറിയാം, പ്രവൃത്തികളുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ചില സ്ഥലത്തേക്കൊന്ന് പോകാൻ തുടങ്ങുമ്പോഴേ ദൈവം പൗലോസിനോട് പറയും, അവിടെ പോകണ്ട, ആത്മാവ് വിലക്കുകയാണ്. വേറെ ചില സ്ഥലത്ത് പോകാനായിട്ടുള്ള ദർശനം നൽകുകയാണ്, വിളി നൽകുകയാണ്. പൗലോസിനോട് പോകണ്ടെന്ന് പറഞ്ഞാൽ പോവില്ല, പോകാൻ പറഞ്ഞാൽ പോകും. കാരണം അത് കർത്താവിന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ മാതൃക പിൻപറ്റാനുള്ളതായ ആവശ്യകത ഉണ്ട്. ഈ വലിയ ദൈവദാസൻ തൻ്റെ യജമാനനോട് സൂക്ഷിച്ചതായ ആ വിധേയത്വവും അനുസരണവും എത്രയോ മനോഹരമായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പോൾ ഞാൻ ആ വാക്യത്തിൽ രണ്ട് വാക്കുകൾ ഇന്ന് പകൽ ചിന്തിക്കുമ്പോൾ അടിവരയിട്ടു. ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യദേശത്തും, പിന്നെ ജാതികളോട് പ്രസംഗിച്ചു. അപ്പോൾ ആദ്യം ചെയ്യാൻ പറഞ്ഞ കാര്യം ആദ്യം ചെയ്തു. പിന്നെ ചെയ്യാനായിട്ട് കർത്താവ് നിയോഗം കൊടുത്ത കാര്യം അത് കൃത്യമായിട്ട് നിർവഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു. എന്ത് മനോഹരമായ അനുസരണമാണ് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് സ്നാനപ്പെടാൻ പോകുന്ന മക്കളോട് ഞാൻ വേറിട്ട് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നു, അത് വളരെ നല്ല കാര്യം. പക്ഷേ പിന്നെ മുമ്പോട്ടുള്ള വഴിയിൽ കർത്താവിൻ്റെ കൽപ്പനകൾ കൃത്യമായി അനുസരിച്ച് ക്രിസ്തീയ ജീവിതം കെട്ടുപണിയാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പൊക്കെ സ്നാനപ്പെട്ട നമുക്ക് ഒരു തിരിഞ്ഞു നോട്ടം നടത്തുന്നത് നന്നായിരിക്കും. കാരണം നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് എത്രത്തോളം ഈ അനുസരണത്തിൻ്റെ പാതയിൽ നിർവഹിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് നാം സൂക്ഷ്മതയോടെ വിലയിരുത്തി നമ്മുടെ കുറവുകളെ തിരുത്തേണ്ടുന്നതാണ്. ചിലർക്കൊക്കെ കുറച്ച് നാളൊക്കെ ഭയങ്കര ഉത്സാഹമായിട്ട് പോകും, പിന്നെ കൊച്ചു കൊച്ചു കാരണങ്ങൾ മതി, ആ ഉത്സാഹമൊക്കെ മാറും.
പിന്നെ ആ ഉത്സാഹം ഇല്ലാത്ത ഒരു കാലഘട്ടം, അങ്ങനെ ഒരു കാലഘട്ടം കാണും. അവരുടെ ജീവിതത്തെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. നിരീക്ഷിക്കുന്നവർ തിരിച്ചറിയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മുടെ കഴിഞ്ഞ നാളുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കുവാൻ, തിരുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതൊന്ന് പറയണമെന്നൊരു നിർബന്ധം ഉണ്ടായതുകൊണ്ട് ഞാനിതെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ രണ്ടാമത് നാം അവിടെ കാണുന്ന കാര്യം, പൗലോസ് എന്തൊക്കെ പ്രസംഗിച്ചു എന്നുള്ളതും തൻ്റെ യജമാനൻ കൊടുത്ത സ്വർഗീയ ദർശനത്തോടുള്ള വിധേയത്വത്തിലായിരുന്നു. ആ പ്രസംഗ വിഷയങ്ങളെക്കുറിച്ച് ഒത്തിരി വിശദമായിട്ട് വേണമെങ്കിൽ പറയാം, പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ പറയുന്നില്ല. 3 കാര്യങ്ങൾ താൻ ചെയ്തതായിട്ട് അവിടെ പറയുന്നുണ്ട്. നോക്കി പറയാൻ താമസം വരും, അപ്പോൾ ഞാനങ്ങ് പറയാം. മാനസാന്തരപ്പെടാനുള്ള സന്ദേശം കൊടുത്തു. അപ്പോൾ ഇത് പ്രസംഗം തുടങ്ങിയപ്പോഴും ഇത് തന്നെയായിരിക്കും പറഞ്ഞത്. ആ പ്രസംഗം അങ്ങ് മുമ്പോട്ട് പോകുമ്പോഴും ഇതിലൊരു വ്യത്യാസവും വരുത്താതെ കർത്താവ് ഏൽപ്പിച്ച ഈ കാര്യം താൻ ഏറ്റവും കൃത്യമായി നിർവഹിച്ചു എന്നുള്ളത് തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം പിന്നിട്ട ശേഷം പറയുന്ന ഈ വാക്കുകളിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ് നോക്കി പറയാമോ? ദൈവത്തിങ്കലേക്ക് തിരിയണം. ഈ തലക്കെട്ടിൽ നമ്മുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ദൈവത്തിങ്കലേക്ക് തിരിയുവിൻ. അപ്പോൾ അവിടെ പൗലോസ് വളരെ കൃത്യമായി നിർവഹിച്ച ശുശ്രൂഷ അവിടെ നമ്മൾ കാണുകയാണ്. മൂന്നാമത്തേത്, മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. അപ്പോൾ താൻ എവിടെ പോകാൻ കർത്താവ് പറഞ്ഞു അവിടെ പോയി, എന്തൊക്കെ പറയാൻ പറഞ്ഞു അതിലൊരു വ്യത്യാസവും വരുത്താതെ ഏറ്റവും കൃത്യമായിട്ട് ആ കാര്യം നിർവഹിച്ചു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നാനം ഒരു കൽപ്പനയാണ്, വിശേഷമായ കൽപ്പനയാണ്, മഹത്വമുള്ള കൽപ്പനയാണ്. ആ കൽപ്പനയുള്ള അനുസരണം ഒരു നല്ല തുടക്കമായിരിക്കട്ടെ. തുടർന്ന് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളതായ കൽപ്പനകൾ ഏറ്റവും ശരിയായി അനുസരിച്ച് അനുഗ്രഹിക്കപ്പെടാനായിട്ട് ദൈവാത്മാവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. നാം അടുത്ത പാഠത്തിലേക്ക് കടക്കുകയാണ്. കൽപ്പനയോട് അനുസരണം കാണിച്ച അപ്പോസ്തലിക മാതൃക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കൽപ്പനയുടെ മഹത്വമാണ് ചിന്തിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പാഠത്തിൽ ചിന്തിക്കുന്നത്, ഈ ഓരോ പാഠങ്ങളും സ്നാനം എന്നുള്ള വിഷയ പഠനത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള സത്യങ്ങളാണ്. അപ്പോൾ ഈ സ്നാനം എന്ന ആ കൽപ്പന ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറി. മുഖനാവിൽ അവരത് ഏറ്റെടുത്തു. അങ്ങനെ മുഖനാവിൽ ഏറ്റെടുത്ത അപ്പോസ്തലന്മാർ ഈ കാര്യങ്ങൾ എങ്ങനെ നിർവഹിച്ചു എന്നുള്ളതായ ചരിത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ചരിത്രം അതിൽ തന്നെ വളരെ പ്രയോജനകരമായ ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ നല്ല ചരിത്ര അവബോധമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ സഭാ കുടിയൊരു ആരംഭിച്ചിട്ട് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഈ ചരിത്രമൊക്കെ തുടക്കം മുതൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നതായ ഒന്നാണ്. അപ്പോൾ ഏത് സ്ഥലം സഭയുടെ പ്രവർത്തന കാര്യങ്ങളോടുള്ള ബന്ധത്തിലും അതിൻ്റേതായൊരു ചരിത്രം ഉണ്ടായിരിക്കും. ആ ചരിത്രത്തിന് അതിൽ തന്നെ വളരെ പ്രാധാന്യം ഉണ്ടായിരിക്കും. ഈ ചരിത്രത്തിൽ ഒരുപക്ഷെ ഓർമ്മയിൽ ഏറ്റവും തങ്ങി നിൽക്കുന്നതായ ചരിത്രം അവിടെ ആദ്യമൊക്കെ നടന്നതായ ചില സ്നാന ശുശ്രൂഷകളും ഒക്കെ ആയിരിക്കും. ഇവിടെ ഇരുന്ന് ഈ കാര്യം പറയുമ്പോൾ ഇവിടെ
ഒക്കെ അങ്ങനെ ആദ്യം നടന്ന ചില സ്നാന ശുശ്രൂഷകളൊക്കെ എൻ്റെ മനസ്സിൽ വളരെ സജീവമായ ഒരു ഓർമ്മയായിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് ആ സഭയോടുള്ള ബന്ധത്തിൽ ഒരാവേശവുമാണ് എന്നുള്ളതായ കാര്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തീയ സഭയുടെ ചരിത്രം നമ്മൾ സാധാരണ ഓർക്കാറുള്ളതുപോലെ 30 വർഷത്തെ ചരിത്രം നമുക്ക് ദൈവാത്മാവ് എഴുതി തന്നിട്ടുണ്ട്. ഞാൻ 2 വാചകം അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്. അപ്പം നമുക്ക് കിട്ടിയുള്ള സഭാചരിത്രം എന്ന് പറയുന്നത് ആധികാരികമായ സഭാചരിത്രം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തി തന്നിട്ടുള്ള തിരുവെഴുത്തുകളാണ്. അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും ദൈവസഭയുടെ കെട്ടുപണിയിൽ ഉൾക്കൊള്ളാവുന്ന മനോഹരമായ മാതൃകകൾ ഏറ്റവും ആധികാരികമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് 30 വർഷത്തെ ഈ ചരിത്രത്തിൽ നിന്നാണ്. ഞാൻ ഒരു വാക്കുകൂടി എടുത്തു പറയുകയാണ്. അത് കഴിഞ്ഞ് എന്തോരം ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ ചരിത്രങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. അങ്ങനെ എഴുതുന്നതിൽ സത്യവും കാണും, സത്യമല്ലാത്തതും കാണും. കാരണം മനുഷ്യരല്ലേ എഴുതുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നു പോകാനുള്ളതായ എല്ലാ സാധ്യതയുമുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെയൊക്കെ എഴുതിയ ചരിത്രം വായിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വായിച്ചാലും പ്രവൃത്തിയുള്ള പുസ്തകത്തിലെ ചരിത്രം പോലെയൊന്നും ആരും അത് ഫോളോ ചെയ്യുവാൻ ഇടയായിട്ട് തീരരുത്. അങ്ങനെ ഫോളോ ചെയ്താൽ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ 30 വർഷങ്ങളിലെ ചരിത്രം ദൈവനിശ്വസ്തമായ തിരുവെഴുത്തായി നമുക്ക് എഴുതി തന്നിട്ടുള്ളത് ഏത് കാലഘട്ടത്തിലുമുള്ള ദൈവസഭയുടെ വചനാധിഷ്ഠിതമായ കെട്ടുപണിയിൽ മനോഹരമായ മാതൃകയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, അപ്പോസ്തലന്മാരിൽ കണ്ട മാതൃക നമുക്ക് ഏറ്റവും വിശ്വാസ്യമായ അനുകരണീയമായ മാതൃകയാണ്. ഈ വ്യത്യസ്തത നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ സത്യം ചിന്തിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പം ഞാൻ ഈ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്ന് മുഖതാവിൽ ഈ കൽപ്പന ഏറ്റെടുത്ത ആളുകൾ ഈ കൽപ്പനയോട് കാണിച്ച അനുസരണം എന്നുള്ളത് എത്രയോ മഹത്തരമാണ്. 2 തിമോഥെയോസ് 3:16 വാക്യം ഒന്ന് എഴുതിയിട്ടോളൂ. അവിടെ വായിക്കണമെന്നില്ല. ആ വാക്യം തുടങ്ങുന്ന വാക്കുകൾ എന്താണ്? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രിയിൽ പരിശോധിക്കുന്ന മാതൃക ഉൾക്കൊള്ളുന്ന ഈ ചരിത്രവും ദൈവശ്വാസീയമാണ്. അതുകൊണ്ട് സ്നാനം എന്നുള്ള വിഷയത്തിൽ അത് നമ്മൾ പഠിക്കുമ്പോൾ മുഖതാവിൽ ഈ കൽപ്പന ഏറ്റുവാങ്ങിയ അപ്പോസ്തലന്മാർ അതെങ്ങനെ ആചരിച്ചു എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടിയ ഒന്നാണ്. അതാണ് നമ്മൾ ഈ പാഠത്തിൽ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പ്രവൃത്തികളുടെ പുസ്തകത്തിലുള്ള എല്ലാ സ്നാനചരിത്രവും നമ്മൾ അപഗ്രഥിക്കാനായിട്ട് പോകുന്നില്ല. അത് വളരെ വിസ്തൃതമായൊരു പഠനമായിട്ട് പോകും. എന്നാൽ ഞാൻ അതിൽ നിന്ന് ചില ചരിത്രഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്ന വളരെ അടിസ്ഥാനപരമായ ചില സത്യങ്ങളാണ് നമ്മൾ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ചില സത്യങ്ങൾ നമുക്ക് കാണാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തലന്മാരുടെ വാമൊഴിയിൽ ഈ വിഷയത്തിനുണ്ടായിരുന്ന
പ്രാധാന്യം നമ്മൾ കാണുകയാണ്. ഒന്നുകൂടെ പറയാം, അപ്പോസ്തലന്മാരുടെ വാമൊഴിയിൽ ഈ വിഷയത്തിനുണ്ടായിരുന്ന പ്രാധാന്യം. നമുക്ക് എഴുതി കിട്ടിയിട്ടുള്ളത് വാമൊഴിയല്ല, പിന്നെ വരമൊഴിയാണ്. പക്ഷേ ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ അനേക പ്രസംഗങ്ങൾ കാണുന്നുണ്ട്. ഈ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കൽപ്പന മുഖതാവിൽ ഏറ്റുവാങ്ങിയ അപ്പോസ്തലന്മാർ എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് ഈ കാര്യം വ്യക്തമാക്കിയത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രസംഗം നോക്കാം. ആദ്യത്തെ പ്രസംഗം ആരുടെയാണ്? പത്രോസ് അപ്പോസ്തലൻ്റെ പ്രസംഗമാണ്. പെന്തക്കോസ് നാളിലെ പ്രസംഗമാണ്. എന്ന് പറഞ്ഞാൽ സഭാ ചരിത്രത്തിലെ ആദ്യത്തെ പ്രസംഗം ഈ പ്രസംഗമാണ്. ഈ പ്രസംഗത്തിൽ പത്രോസ് അപ്പോസ്തലൻ എന്തു പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വിഷയം ആ പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പം അവിടെ ചില സംശയങ്ങൾക്കുള്ള വകയുണ്ട്. അതിൻ്റെ കൊച്ചുത്തരങ്ങളും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകും. ഒത്തിരി വിസ്തൃതമായ ഉത്തരം വേണ്ടിയവർ വ്യക്തിപരമായിട്ടത് ചോദിച്ചാൽ എത്ര വിശദമായിട്ടും അത് പറയാനായിട്ട് സാധിക്കും. പത്രോസിൻ്റെ പ്രസംഗത്തിൽ നമ്മൾ നോക്കുന്നത് 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ നിന്നാണല്ലോ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. വായിക്കാം. 2:38 വാക്യം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ അവിടെ അതിലെ ആ 2 വാക്കുകൾ ഞാനൊന്ന് എടുത്തു പറയട്ടെ. പത്രോസ് ആ പ്രസംഗത്തിൽ പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, സ്നാനമേൽപ്പിൻ. അപ്പോൾ ആ കർത്താവ് ഏതൊരു കാര്യം കൽപ്പിച്ചുവോ ആ കൽപ്പിച്ച കാര്യം എത്ര പ്രാധാന്യത്തിലാണ് പത്രോസ് അപ്പോസ്തലൻ ആ ആദ്യ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നതായിട്ട് നാം കാണുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ കൽപ്പനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, കൽപ്പന കൊടുത്തപ്പോൾ തന്നെ സ്നാനപ്പെടുത്തേണ്ടുന്നതായ നാമത്തെക്കുറിച്ചും കൂടെ പറഞ്ഞായിരുന്നു. നമ്മൾ ഓർത്തതാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പക്ഷേ ഇപ്പോൾ ഈ പ്രസംഗത്തിൽ പത്രോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാണ് പ്രസംഗിക്കുന്നത്. അതിൻ്റെ കാരണം നമുക്ക് ലളിതമായി ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. കേൾവിക്കാരെല്ലാം യഹൂദന്മാരാണ്, അല്ലാത്ത ആരും കേൾക്കുന്നില്ല. അപ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം, തൻ്റെ കേൾവിക്കാരെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് തർക്കമില്ല. അതവർക്ക് വളരെ സ്വീകാര്യമായിട്ടുള്ള നാമങ്ങളാണ്, സ്വീകാര്യമാണ്. പിന്നെ അവർക്ക് എവിടെയാണ് ഇടർച്ച? യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. അപ്പോൾ ദൈവിക തൃത്വത്തിൽ രണ്ടാമനായിട്ട് ഈ കർത്താവിനെ ഉൾക്കൊള്ളാൻ, അവരുടെ നടുവിൽ 2 മാസം മുമ്പ് വരെ ജീവിച്ചിരുന്ന ആ കർത്താവിനെ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ അതുകൊണ്ട് പത്രോസ് അത് വളരെ കൃത്യമായിട്ട് പറയാം, യേശുവിൻ്റെ നാമത്തിൽ നിന്നുമല്ല, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അതിലധികം അത് വിശദീകരിക്കേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ നാമത്തിൻ്റെ കാര്യം അങ്ങനെ സ്പെസിഫൈ ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നു. പിന്നെ ഞാൻ അവിടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന ചോദ്യത്തിന്
പത്രോസ് അപ്പോസ്തലൻ ഉത്തരം നൽകുകയാണ്. എൻ്റെ 37-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്നുള്ളതായ ആ ചോദ്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് ഉത്തരം നൽകുമ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് പറയുന്നതായ കാര്യം മാനസാന്തരപ്പെടാനും സ്നാനമേൽക്കാനുമുള്ള ഉത്തരമാണ് ഇവിടെ നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുമ്പോൾ മാനസാന്തരപ്പെടുന്നതും അതേ തുടർന്ന് ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെടുന്നു ഒക്കെയുള്ളതായ കാര്യങ്ങൾ ആ പ്രസംഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്. രക്ഷയുടെ സന്ദേശവും നമുക്ക് ആ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം വരുമ്പോൾ അതിന് പത്രോസ് അപ്പോസ്തലൻ നൽകുന്നതായ ഉത്തരം മാനസാന്തരപ്പെടുക, സ്നാനമേൽക്കുക എന്നുള്ളതായ ഉത്തരം നൽകുകയാണ്. അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഈ അപ്പോസ്തലൻ ആ നിയോഗം കിട്ടി ചില ദിവസങ്ങൾക്ക് ശേഷം ആദ്യം പ്രസംഗം പറയുമ്പോൾ എത്ര പ്രാധാന്യത്തോടു കൂടി സ്നാനം എന്ന ഈ വിഷയം ആ പ്രസംഗത്തിൽ വ്യക്തമാക്കി എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ഒരു സംശയമുണ്ട്. അതിന് ഞാൻ ഒത്തിരി വിശദമായിട്ടല്ലെങ്കിൽ ഒരു ഉത്തരം പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുകയാണ്. സ്നാനം വളരെ പ്രാധാന്യമുള്ള കാര്യമാണെന്നാണ് ഞാൻ 3-4 ക്ലാസ്സുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്നാനം എന്തിനുള്ളതല്ല? പാപമോചനത്തിനുള്ളതല്ല. പക്ഷെ ഇവിടെ പത്രോസിൻ്റെ പ്രസംഗത്തിൽ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്ന് നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ ഇത് വേദപുസ്തകത്തിലെ ഒരു പൊതു വിഷയത്തിൽ നിന്നും പ്രമാണത്തിൽ നിന്നുമുള്ളൊരു വ്യതിചലനം പോലെ നമുക്ക് തോന്നാകുന്നതാണ്. പ്രാർത്ഥനാപൂർവ്വം ഞാൻ അതിൻ്റെ ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ഒരു വാക്ക് പത്രോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്ന് പറയുമ്പോൾ ഈ സ്നാനപ്പെടുമ്പോൾ എന്ത് കഴുകിക്കളയപ്പെടുന്നു എന്ന് തോന്നാം. എന്ത് കഴുകിക്കളയപ്പെടുന്നു? പാപം കഴുകിക്കളയപ്പെടുന്നു എന്ന് തോന്നാം. പക്ഷെ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, വേദപുസ്തകത്തിലെ ഒരു പൊതു സത്യമാണ് കഴുകൽ, പാപത്തിൻ്റെ കഴുകൽ സുവിശേഷത്താൽ സാധിക്കേണ്ടുന്നതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് നല്ല പരിചയമുള്ളൊരു വാക്യം ഒന്ന് വായിച്ചു പോകാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അവർ കഴുകൽ പ്രാപിച്ചത് എങ്ങനെയാണ് എന്ന് ആ കൊരിന്തിലെ വിശ്വാസികളെ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 6-ന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇവര് ഈ വകക്കാരായിരുന്നു. നമ്മൾ ഒത്തിരി പ്രാവശ്യം ഓർക്കുന്നൊരു കാര്യം, അതിന് മുൻ വാക്യത്തിൽ എണ്ണപ്പെട്ട 10 കൂട്ടം പാപങ്ങൾ പറയുന്നുണ്ട്. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആ പാപങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് കൊരിന്ത്യരോട് പറയുക, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. പിന്നെ എങ്ങനെയാ ഇവർക്ക് അതിൽ നിന്ന് കഴുകൽ കിട്ടിയതെന്ന് ആ വാക്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അവിടെ സ്നാനത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പിന്നെ പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും അവൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണവും നീതീകരണവും ആ കഴുകലും
യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിനാലും സുവിശേഷത്താൽ സാധിക്കുന്നതായ കാര്യമാണ്. ഈ സത്യത്തിൽ ഒരു വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യം കൂടി ഓർത്തു പോകാം. 1 യോഹന്നാൻ 1:7 വായിക്കണ്ട. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇത് സുവിശേഷത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സത്യമാണ്. അപ്പോൾ പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം? അപ്പോൾ പത്രോസിൻ്റെ പ്രസംഗം കേൾക്കുന്ന ആ തലമുറയ്ക്ക് സ്നാനജലത്തിൽ കഴുകിക്കളയാകുന്ന ഒരു വലിയ പാപം, വേറിട്ടൊരു പാപം ഉണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ കേൾവിക്കാർക്ക് സ്നാനജലത്തിൽ കഴുകിക്കളയാകുന്ന വേറിട്ടൊരു പാപം ഉണ്ടായിരുന്നു. ഈ പത്രോസിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചാൽ സാമ്പിളായിട്ട് ഞാൻ ഒരു വാക്യം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. ഞാനങ്ങ് പറഞ്ഞു പോകാം. നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണ്. 23-ാമത്തെ വാക്യത്തിൽ ഈ കേൾവിക്കാരോട് പത്രോസ് പറയുക, നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. എന്ത് ധൈര്യമായിട്ടാണ് പത്രോസ് ഈ പ്രസംഗം പറയുന്നത്. ആ സദസ്സ് വലിയൊരു കൂട്ടം കേൾക്കുന്നുണ്ട്. 3000 പേര് രക്ഷിക്കപ്പെടുക തന്നെ ചെയ്തു. അപ്പോൾ എന്തോ ഒരു വലിയ കൂട്ടമാണ് ആ പ്രസംഗം കേൾക്കുന്നത്. എല്ലാം യഹൂദന്മാരാണ്. അപ്പോൾ അവരോട് പത്രോസ് സധൈര്യം പറയുക, നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. അത് ആ തലമുറയുടെ മേൽ ആരോപിക്കപ്പെടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പാപമാണ്. അപ്പം ഞാൻ അതിനോട് ചേർത്ത് ഓർപ്പിക്കട്ടെ. ഈ 3000 പേര് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു. അവർ സ്നാനജലത്തിലേക്ക് ഇറങ്ങി സ്നാനപ്പെട്ടു. അപ്പോൾ അവരുടെ ആ സ്നാനം എന്ന് പറയുന്നത് ഒരു കഴുകലിൻ്റെ സ്നാനവുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജാതിക്കാർ, ഞാൻ ഉൾപ്പെടെ, ഞങ്ങൾ ക്രൂശിച്ചതായ ഈ നസറായൻ്റെ മരണത്തിൽ ഞങ്ങൾക്കിനി പങ്കില്ല. കാരണം ഞങ്ങൾ ഈ നസറായൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ളത് യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ആ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമായിരുന്നു അത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ആ തലമുറയുടെ മേൽ ദൈവാത്മാവ് ആരോപിക്കുന്ന ഈ ഗുരുതരമായ പാപത്തെ സ്നാനം എന്ന അനുഷ്ഠാനത്തോടുള്ള അനുസരണത്തിൽ അവർക്ക് കഴുകിക്കളയുവാനായിട്ട് സാധിക്കുമായിരുന്നു. ആ അർത്ഥത്തിൽ ഈ വാക്യം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, പത്രോസ് അപ്പോസ്തലൻ്റെ ആ പ്രഥമ സന്ദേശത്തിൽ തന്നെ എത്ര ഗൗരവമായിട്ട് ഈ വിഷയം പറഞ്ഞു എന്നുള്ളത് നമ്മൾ കാണുക. ഒരു ഉദാഹരണം കൂടി ഞാൻ വേഗത്തിൽ പറയാം. ആ ഉദാഹരണം നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ളതാണ്. ഫിലിപ്പോസ് ഷണ്ണനോട് സുവിശേഷം പറഞ്ഞു. ഷണ്ണനോട് സുവിശേഷം പറയുമ്പോൾ അതിൻ്റെ 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഒന്ന് വായിക്കാൻ നമുക്ക്. പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ നാം കാണുന്നത് ഈ തിരുവെഴുത്ത് ആധാരമാക്കി, ഞാൻ ആ വാക്കൊന്നും വിശദീകരിക്കുന്നില്ല, ഷണ്ണൻ യെശയ്യാ പ്രവചനത്തിൽ നിന്ന് വായിച്ചുകൊണ്ടിരുന്ന ആ വാക്കിന് തിരുവെഴുത്തുകളെ ആധാരമാക്കി സുവിശേഷം പറഞ്ഞു എന്ന് നമ്മൾ കാണുകയാണ്. സുവിശേഷം അറിയിപ്പാനായിട്ട് തുടങ്ങി. അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ പറഞ്ഞു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം?
അപ്പോൾ നമുക്കവിടെ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ സുവിശേഷം പറഞ്ഞ കൂട്ടത്തിൽ എന്തും കൂടെ പറഞ്ഞായിരുന്നു, സ്നാനത്തെക്കുറിച്ച് കൂടി പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കാര്യം ഷണ്ണന് മനസ്സിലായി. അപ്പോൾ ഷണ്ണൻ അടിയന്തരമായിട്ടും അതിന് അനുസരണം കാണിക്കുകയാണ്. എന്ത് ഇൻസ്റ്റൻറ്റ് ഒബീഡിയൻസാണ് നമ്മൾ കാണുന്നത്. എൻ്റെ രാജ്യത്തെ എന്ന് രാജ്ഞികളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് എന്നാന്ന് വെച്ചാൽ ചെയ്യാം എന്നൊന്നും ഷണ്ണൻ വിചാരിക്കുന്നില്ല. ഈ സുവിശേഷം പറഞ്ഞു, കൂടുതൽ സ്നാനപ്പെടേണ്ട കാര്യവും പറഞ്ഞു. വെള്ളം കാണുമ്പോൾ ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധം എന്ന് പറഞ്ഞ് അനുസരണത്തോടെ സ്നാനജലത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സുവിശേഷത്തിൽ തന്നെ ഉൾപ്പെടുന്നതാണ് എന്ത്? സ്നാനം. ഇതൊരുമിച്ച് പറയേണ്ടുന്നതായ ഒന്നാണ്. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവ് അവർക്ക് കൊടുത്ത ഈ കൽപ്പനയോട് എത്ര കൃത്യമായിട്ട് അവരുടെ ശുശ്രൂഷകളിൽ അനുസരണം കാണിച്ചു എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇനിയും പല തെളിവുകൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അനന്യാസ് ശൗലിനോട് പോയി സംസാരിക്കുമ്പോഴും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്നൊക്കെ ഉള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹപാണ്ഡ്യ വീട്ടിൽ പോയി അവരോട് സുവിശേഷം പറയുമ്പോഴും അന്ന് രാത്രിയിൽ തന്നെ സ്നാനപ്പെടത്തക്കവണ്ണം അവർ ഒരുങ്ങുമ്പോൾ ഈ സത്യം ചേർത്ത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് ഓർക്കാം. അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ കാതലായ സത്യം ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. സ്നാനം അത് അപ്പോസ്തലന്മാർ വളരെ പ്രാധാന്യത്തോടെ അവർ സുവിശേഷം പറഞ്ഞ കൂട്ടത്തിൽ അതും കൈമാറിയിരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. രണ്ടാമത് നമ്മൾ ഇവിടുന്ന് ചിന്തിക്കാൻ പോകുന്ന കാര്യം നമ്മൾ സാധാരണ സ്നാനത്തിൻ്റെ ക്ലാസ്സുകളിൽ ഓർക്കാറുള്ളതാണ്, എങ്കിലും അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയാണ് അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തിയിരുന്നത്. അപ്പോൾ സ്നാനപ്പെടാൻ പോകുന്ന പിള്ളേർ വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോസ്തലന്മാർ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ അവർ ഈ കാര്യം ഉറപ്പുവരുത്തിയിരുന്നു. ഒരു തെളിവ് പറയാമോ നിങ്ങൾക്ക്? 8-ാം അധ്യായത്തിൽ നിന്ന് പറയണ്ട, അത് ഞാൻ പിന്നെ പറഞ്ഞോളാം. അല്ലാതെ ഒരു തെളിവ് പറയാമോ? പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് 8-ാം അധ്യായത്തിലല്ല, അല്ലാതെ ഒരു തെളിവ്. 2-ാം അധ്യായത്തിന് 41-ാമത്തെ വാക്യം, ആദ്യത്തെ സ്നാന ശുശ്രൂഷയുടെ ചരിത്രം വായിക്കേണ്ട. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോൾ അവർ കൈക്കൊണ്ട വചനം നമുക്കറിയാം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വേർപാടുള്ളവെന്ന് ചിന്തിക്കാറുണ്ട്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്നുള്ളതായ ആ സന്ദേശം അവർ കൈക്കൊണ്ട് രക്ഷിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. പിന്നെ അങ്ങനെ ആ വാക്ക് കൈക്കൊണ്ട് രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെട്ടത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. 42-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ആ കൂട്ടത്തോട് ചേർന്നു. പിന്നെ അനുവർത്തിച്ച 4 കാര്യം പറയുന്നുണ്ട്. അത് ഞാൻ പിന്നെയും പറയുകയായിരിക്കും. എങ്കിൽ നമുക്കിവിടെ ഒന്ന് പറഞ്ഞു പോകാം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മയെ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചും പോന്നു. ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ക്ലാസ്സിന് ചെല്ലുമ്പോൾ അവിടെ ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ക്രമീകരണം ഉണ്ടായിരുന്നു. അവരൊരാൾ എഴുതി തന്നതായൊരു ചോദ്യമാണ്, ഈ രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് കർത്തൃമേശയിൽ പങ്കുകൊള്ളാൻ പാടില്ല, അതിന് സ്നാനം ഒരു നിർബന്ധമാക്കണമോ? അതൊരു ഒറ്റപ്പെട്ട ചോദ്യമല്ല. കാരണം അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഈ സ്നാനം
അങ്ങനെ അത് വേണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളും കർത്തൃമേശ ആചരിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ട്. അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെയൊരു രീതി ഈ കാലത്ത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അപ്പോസ്തലിക മാതൃക എന്താണ്? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അതിനുശേഷമാണ് കർത്തൃമേശ ആചരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതിൽ കവിഞ്ഞൊരു ഉത്തരം അതിൽ പറയേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, തുടർന്നുള്ളതായ ആ സ്ഥലം സഭയോടുള്ള സജീവമായ ബന്ധത്തിൽ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് പ്രവൃത്തികളുടെ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ടതായൊരു സത്യമാണ്. ഒരു വാക്കുകൂടെ ഞാനൊന്ന് ചേർത്ത് പറഞ്ഞോട്ടെ, നിങ്ങൾക്കും അത് അറിയാമായിരിക്കാം. ഇന്നൊരു സഭ വചനപ്രകാരം പോകുമ്പോൾ ആ സഭയിൽ 7 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ആചരിക്കപ്പെടണം. അത് ഈ 41, 42 വാക്യങ്ങളിൽ ഉണ്ട്. അവൻ്റെ വാക്ക് കൈക്കൊള്ളണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പിന്നെ വേർപെട്ട ആ കൂട്ടത്തോട് ചേരണം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, കൂട്ടായ്മയെ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം. ഞാൻ ഓർപ്പിക്കട്ടെ, വചനപ്രകാരമുള്ളൊരു സഭയിൽ ഈ 7 കാര്യങ്ങൾ വളരെ കൃത്യമായി ആചരിക്കപ്പെടണം. ഇത് കൃത്യമായി ആചരിക്കപ്പെടാത്ത സഭകളെ വചനപ്രകാരമുള്ള സഭകൾ എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനപ്രകാരം ഒരു സഭ പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ഈ അടിസ്ഥാന സത്യങ്ങൾ എത്രയോ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാനൊരു കൊച്ചു പുസ്തകം ഈ കൂട്ടത്തിൽ പരിചയപ്പെടുത്തുകയാണ്. നിത്യതയിൽ വിശ്രമിക്കുന്ന YSKL സാറ് ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒത്തിരി വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സത്യരക്ഷാ പ്രബോധിനി മുതലായ വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എഴുതിയ ഏറ്റവും ചെറിയ പുസ്തകം ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, ക്രിസ്തീയ ജീവിതത്തിലെ 7 കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ പുസ്തകം വായിക്കുന്നത് നല്ലതാണ്. ഈ 7 കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ടും ചുരുക്കമായിട്ടും അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ വിശ്വാസികളും അത് മനസ്സിലാക്കി പ്രായോഗികമാക്കാനായിട്ട് സാധിക്കണം. ഒരു സ്ഥലം സഭ വചനപ്രകാരം പോകുന്നതിൽ ഇതേറ്റവും അടിസ്ഥാനപരമായൊരു സത്യമാണ്. സാന്ദർഭികമായിട്ട് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു തെളിവ് കൂടി ഈ കാര്യത്തിൽ കാണുകയാണ്. ഏത് കാര്യത്തിൽ? രക്ഷിക്കപ്പെട്ടെന്ന് ഉറപ്പുവരുത്തിയാണ് സ്നാനപ്പെടുത്തേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്യം ഏതാണ് നിങ്ങൾക്കറിയാം. പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം. നമ്മളത് വായിക്കാം. സ്നാനത്തെക്കുറിച്ചുള്ള എല്ലാ ക്ലാസ്സിലും പറയുന്നതായ വാക്യമാണിത്. ഒരു അരമണിക്കൂർ ക്ലാസ് എടുക്കണമെങ്കിലും ഇത് പറയും. അപ്പം അതുകൊണ്ട് ആ വാക്യത്തിൻ്റെ പ്രാധാന്യം വളരെയധികമാണ്. വേഗത്തിൽ വായിക്കാം. 37-ാമത്തെ വാക്യം. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ അവിടെ അതിൻ്റെ മുൻ വാക്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടതാണ്. ഷണ്ഡൻ സ്നാനത്തിന് തയ്യാറാകുന്നു. അപ്പോൾ ഫിലിപ്പോസ് ഒരു തടസ്സം പറയുകയാണ്. ആ തടസ്സം ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ക്ലാസ്സിൽ ഓർപ്പിക്കുകയാണ്. തടസ്സം എന്താണ്? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണ്ട? സ്നാനപ്പെടണ്ട. സ്നാനപ്പെടാനുള്ള പിള്ളേരോട് ഞാൻ ഓർപ്പിക്കുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി കൈക്കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഉറപ്പിലേക്ക് വന്നവരാണ് സ്നാനപ്പെടേണ്ടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പിശാചി നാളിൽ വളരെ അധികം ആളുകളെ വലയ്ക്കുന്ന ഒരു മേഖലയായിട്ടും കൂടിയാണ് ഇതിരിക്കുന്നത്. ചില ആളുകൾ ഈ നിശ്ചയം കൂടാതെയൊക്കെ സ്നാനപ്പെട്ടു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞ് സംശയിപ്പിക്കുന്ന ചില ആളുകൾ ഉണ്ട്. അവർ വന്ന് കാര്യങ്ങളൊക്കെ പറയും.
അപ്പോൾ അന്ന് വിശ്വസിച്ചപ്പോൾ അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ചിലപ്പോൾ ഒരു സംശയം തോന്നും. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമനാണ്. അപ്പോൾ ഈ ഉറപ്പേറിയ വിശ്വാസമുള്ളവരെയും ഇളക്കാനായിട്ട് പിശാച് ഈ കാലഘട്ടത്തിൽ വളരെ തന്ത്രപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. പിന്നെ കർത്താവിനെ ഇപ്പോൾ ഏറ്റു പറഞ്ഞ് സ്വീകരിച്ചോളാൻ പറയും. അവരെ പിന്നെ പോയി രണ്ടാമതും കൊണ്ടുപോയി സ്നാനപ്പെടുത്തും. അവരുടെ തത്വം ശരിയാണ്. കാരണം രക്ഷിക്കപ്പെട്ട ശേഷമല്ലേ സ്നാനപ്പെട്ടത്. ഇയാൾ അന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്ത് എളുപ്പത്തിലാണ് സത്യങ്ങളിൽ നിന്ന് ആളുകളെ വ്യതിചലിപ്പിച്ച് തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകുന്നതായി കാണുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ദേവദാസിനുമായിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയുള്ള ആൾ രണ്ടാമത് സ്നാനപ്പെടുത്തിയ ആളുകളുമായിട്ടൊന്ന് സംസാരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അവരോട് ഒരു അരമണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെയും അവർക്ക് സംശയം തോന്നും. പിന്നെ അവരെ മൂന്നാമതും സ്നാനപ്പെടുത്തേണ്ടി വരും. എനിക്കത് വളരെ ചിന്താർഹമായി തോന്നി. പ്രിയപ്പെട്ടവർ, ഈ കാലത്തുള്ളൊരു വലിയ ട്രെൻഡാണിത്. ഈ ട്രെൻഡിൽ പെട്ടുപോകുവാനിടയായി തീരരുത്. സാന്ദർഭികമായിട്ട് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിന്ന് രാത്രി ഉറപ്പിച്ച് പറയുന്നു, ഇവിടെ ഷണ്ണനോട് ഫിലിപ്പോസ് പറഞ്ഞ കാര്യം, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. ഷണ്ണൻ്റെ ഉത്തരം എന്ത് മനോഹരമായിരുന്നു. യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാര്യം പ്രത്യേകിച്ച് എടുത്ത് ചോദിച്ചില്ല. പക്ഷേ ഷണ്ണൻ ആ വിശ്വാസം ഏറ്റവും ഭംഗിയായിട്ട് വെളിപ്പെടുത്തി എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഞാനൊരു അല്പം കൂടി വിശദീകരണം പറയാനായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ തുടരാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ നാം പഠിച്ച ഈ രണ്ട് അടിസ്ഥാന സത്യങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളാൻ സാധിക്കണം. അപ്പം ഞാനിന്ന് പകൽ വചനം ധ്യാനിക്കുമ്പോൾ അത് ഓർത്തു, ഈ അപ്പോസ്തലന്മാർ മുഹദാവിൽ കേട്ടതായ ആ കൽപ്പന എന്തു ഭംഗിയായിട്ടാണ് അവർ അനുസരിച്ചത് എന്നുള്ളത് അനുകരണീയമായ മാതൃകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച നമുക്ക് സൂക്ഷിക്കാം. സ്നാനത്തിൻ്റെ ആവശ്യകത ഷണ്ണൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. ഫിലിപ്പോസ് അതിനൊരു തടസ്സവും പറഞ്ഞ് അവരെ ഉറപ്പിച്ചാണ് സ്നാനപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് സ്നാനപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മൾ ഒത്തിരി ബന്ധപ്പെടേണ്ടതായ ആവശ്യമില്ല. അങ്ങനെ ബന്ധപ്പെടുന്നില്ലെന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യേകത കൂടിയായിട്ടാണ് ഇരിക്കുന്നത്. എങ്കിലും നമുക്ക് പലപ്പോഴും തെറ്റ് പറ്റുന്നല്ലോ എന്നുള്ളത് ഞാൻ ദുഃഖത്തോടു കൂടി ഓർക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യം വളരെ സൂക്ഷ്മതയോടുകൂടി ഉറപ്പാക്കി സ്നാനപ്പെടാൻ ആവശ്യമുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായ ദൈവകൃപ നൽകട്ടെ. ഇനിയും ചില സത്യങ്ങൾ കൂടി നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് സ്നാനബന്ധത്തിൽ ചിന്തിക്കാനായിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.